നമസ്കാരം. ഹിന്ദുക്കൾ ഭീരുക്കളുടെ ഒരു സമുദായമാണ്. ഹിന്ദു എക് ഡർപോക് കോം ഹെ. ഒരു ഭീകരവാദി നമ്മുടെ ഇന്നത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിനോട് ഖാന്ദഹാർ വിമാനറാഞ്ചൽ സമയത്ത് പറഞ്ഞ വാക്കുകളാണിവ. ഈ വാക്കുകൾ അതേപടി തന്നെ സമീപകാലത്ത് പുറത്തു വന്ന ദുരന്തർ എന്നുള്ള സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ഭീകരവാദി അജിത് ഡോവലിൻ്റെ കഥാപാത്രം ചെയ്യുന്ന മാധവനോട് പറയുന്നതായി. അതിൻ്റെ തന്നെ ഒരു ആവർത്തനമായി ഇപ്പോൾ ആ സിനിമയുടെ രണ്ടാം ഭാഗം പുറത്തു വരുന്ന അതിൻ്റെ ട്രെയിലറിൽ കാണുവാനിടയായി. അപ്പോൾ അത് സംബന്ധിച്ച് ചില ചിതറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചോ അല്ല, ഇത് ഹിന്ദുക്കളെക്കുറിച്ചാണ്. ചലച്ചിത്രത്തെക്കുറിച്ച് നാം ഒന്നും തന്നെ ചർച്ച ചെയ്യുവാൻ പോകുന്നില്ല. ഹിന്ദുക്കൾ ശരിക്കും ഭീരുക്കളുടെ ഒരു സമുദായമാണോ? ആണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം കഴിഞ്ഞൊരു1000 വർഷങ്ങളായി പുറത്തു നിന്നുള്ള അധിനിവേശകർക്കിടയിലുണ്ട്. അത് ഇന്നത്തെ അധിനിവേശത്തിന് ശ്രമിക്കുന്ന പാകിസ്ഥാനാവട്ടെ, പാകിസ്ഥാൻ ഭാരതത്തെ അധിനിവേശം ചെയ്യാനുള്ളൊരു ശക്തി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പാകിസ്ഥാൻ ഒരു അധിനിവേശ ശക്തി തന്നെ ആകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഗസ്വായെ ഹിന്ദ്, ഭാരതത്തിനെ കീഴടക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അതിനു മുമ്പുള്ള ബാബറാവട്ടെ, ചരിത്രാതീത കാലം മുതൽ ഭാരതത്തിലെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഭാരതത്തിൽ ജീവിച്ചു വരുന്ന സനാതനധർമ്മം പിൻപറ്റുന്ന ഒരു സമുദായം ഭീരുക്കളാണ് എന്നുള്ളൊരു ധാരണ അവർക്കിടയിലുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ധാരണ ഭാരത സമൂഹത്തിൻ്റെ ഇടയിൽ പരത്തി ഭാരത സമൂഹത്തിന് എക്കാലത്തും തങ്ങൾ അടിമത്തത്തിന് വിധേയരായി ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന് വിശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചരിത്രത്തിലൊന്ന് പരിശോധിച്ചാൽ ഈ സത്യത്തിൽ ഹിന്ദുക്കൾ ഭീരുക്കളാണോ? വ്യക്തിപരമായി അല്ല. കാരണം എൻ്റെയോ നിങ്ങളുടെയോ ഒരു മാനസികാവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെപ്പോലെ വ്യക്തിപരമായ ധൈര്യശാലികൾ വേറെ ഉണ്ടാകില്ല. പക്ഷേ ഒരു ആലസ്യത്തിലേക്ക് ആണ്ടുപോകുവാനുള്ളൊരു മനോഭാവം അല്ലെങ്കിൽ ഒരു പ്രവണത നമ്മളിൽ എല്ലാവരിലും തന്നെ ദൃശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഉള്ള ഒരു സ്വഭാവമാണ് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ. വ്യക്തിപരമായിട്ടുള്ള ഒരു പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മുടെ കരിയറിലും പ്രൊഫഷണലിലുമെല്ലാം നമ്മൾ വളരെ ആത്മാർത്ഥതയോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി, കാര്യക്ഷമതയോടുകൂടി, വളരെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുന്നവരായിരിക്കും. പക്ഷേ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം എന്നുള്ള കാര്യം വരുമ്പോൾ നമ്മളിൽ പലരും ഒരു ആലസ്യത്തിലേക്ക് ആണ്ടുപോകുന്നതായി കാണപ്പെടാറുണ്ട്. എനിക്കും ആ സ്വഭാവമുണ്ട്. നിങ്ങളും ഒന്ന് ഉള്ളിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കുക. നിങ്ങളിലും ആ സ്വഭാവം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ സ്വയം കള്ളം പറയുകയാണ്. കാരണം അത്തരമൊരു സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ, എനിക്കും നിങ്ങൾക്കും അതില്ലായിരുന്നെങ്കിൽ, നമ്മുടെ സമുദായം ഇന്ന് ഈ കടന്നു പോകുന്നൊരവസ്ഥയിലൂടെ കടന്നു പോകേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് വാസ്തവം. ചിന്തിച്ചു നോക്കുക. അതിലേക്ക് നമ്മളെ നയിച്ച, നമ്മുടെ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തെ നയിച്ച ചില കാര്യങ്ങളാണ് നാം ഇന്ന് പരിശോധിക്കുവാൻ പോകുന്നത്. അതേ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഒന്ന് നോക്കാം, ചരിത്രം ഒന്ന് പരിശോധിക്കാം. ഹൈന്ദവ സമൂഹം ധൈര്യശാലികൾ തന്നെയായിരുന്നു. ഒരു ഉദാഹരണം പറയാം. 3-ാം പാനിപ്പട്ട് യുദ്ധം, മറാഠകളും അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിൽ നടന്ന 3-ാം പാനിപ്പട്ട് യുദ്ധം നടക്കുമ്പോൾ അഹമ്മദ് ഷാ അബ്ദാലിയുടെ വമ്പൻ സൈന്യത്തെ നേരിടുവാൻ വളരെ അലസ മനോഭാവത്തോടു കൂടിയാണ് മറാഠകൾ നീങ്ങിയത്. അവർക്ക് അഹമ്മദ് ഷാ അബ്ദാലി ഒരു പ്രശ്നമേ അല്ലായിരുന്നു. കാരണം മുൻപ് പലതവണ അഹമ്മദ് ഷാ അബ്ദാലിയെ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ അഹമ്മദ് ഷാ അബ്ദാലി ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ മറാഠകളുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് അയാൾ മുതിർന്നിരുന്നില്ല. കാരണം മറാഠകളുടെ ശക്തി അത്ര വലുതായിരുന്നു. മറാഠകൾക്ക് സ്വന്തം ശക്തിയിൽ അത്രത്തോളം വിശ്വാസവും ഉണ്ടായിരുന്നു. എന്നാൽ 3-ാം പാനിപ്പട്ട് യുദ്ധത്തിൽ മറാഠകൾ പരാജയപ്പെട്ടു. എന്തുകൊണ്ട്? ഒന്ന്, ഇവരുടെ ഈ ഒരു അമിത ആത്മവിശ്വാസം. അത് നമ്മളിൽ എല്ലാവരിലുമുണ്ട്. ഇനി മറ്റൊരു കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭാരതത്തിൽ മറാഠകൾ മാത്രമല്ല, രജപുത്രരുണ്ട്, സിഖ് സമുദായക്കാരുണ്ട്. ഇവരുടെ എല്ലാം വ്യക്തിപരമായൊരു സമുദായങ്ങളെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവിടെ വ്യക്തിപരമായ നേതാക്കൾ വളരെ ശക്തരും പ്രഗത്ഭരായ യുദ്ധവീരന്മാരും ഒക്കെയായിരുന്നു. പക്ഷേ ഇവരൊന്നും തമ്മിലൊരു യോജിപ്പില്ലായിരുന്നു. അതുതന്നെയാണ് ഇന്നും ആധുനിക കാലത്തും ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരവസ്ഥ. പാനിപ്പട്ട് യുദ്ധത്തിലേക്ക് തിരിച്ചു പോയാൽ രജപുത്രന്മാരൊരിക്കലും മറാഠകളെ സഹായിക്കാൻ വന്നില്ല. അവസാന നിമിഷത്തിൽ സിഖുകാർക്ക് മറാഠകളെ സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവർക്ക് അവിടെ എത്തിച്ചേരുവാനുള്ള, പാനിപ്പട്ടിൽ എത്തിച്ചേരുവാനുള്ള സകല മാർഗങ്ങളും അടയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ മറുവശത്ത് ദൗളമാരുണ്ടായിരുന്നു. ദൗളമാർ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ ഭൂപ്രദേശത്തിൻ്റെ ഭരണാധികാരികളായിരുന്നു ആ സമയത്ത്.
ദൗളമാർക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അഹമ്മദ് ഷാ അബ്ദാലിയുടെ മുൻ ഭാരത ആക്രമണങ്ങൾക്കിടയിൽ അവർക്ക് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അവരും അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിലൊരു ശത്രുത നിലനിൽക്കുകയും ചെയ്തിരുന്ന അവസരമായിരുന്നു ഈ പാനിപ്പട്ട് യുദ്ധത്തിന് മുമ്പുള്ള കാലം. എന്നാൽ പാനിപ്പട്ട് യുദ്ധത്തിൻ്റെ മൂന്നാം പാനിപ്പട്ട് യുദ്ധത്തിൻ്റെ രംഗമൊരുങ്ങിയ വേളയിൽ മറാഠകളുടെ ഒപ്പം മറാഠകൾ ഞങ്ങളുടെ മതേതരത്വത്തിൻ്റെ തെളിവായി, അതായത് അന്ന് അവർ മതേതരത്വം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നില്ല, എന്നാൽ ഞങ്ങളുടെ മഹത്വത്തിൻ്റെ തെളിവായി അവരുടെ ഒപ്പം നിർത്തിയിരുന്ന നജീബ് എന്ന വ്യക്തി കൂറുമാറുകയും മറാഠകളെ ചതിക്കുകയും അബ്ദാലിക്ക് വേണ്ടി ദൗളമാരെ ചെന്ന് കണ്ട് ഒരേ ഒരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ അബ്ദാലിയോടൊപ്പം നിൽക്കണം. അതെന്തായിരുന്നു? മതത്തിൻ്റെ പേരിൽ അബ്ദാലിയോടൊപ്പം നിൽക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ഷുജാ ദൗളയെ, അദ്ദേഹത്തിൻ്റെ സൈന്യവും, ഷുജാ ദൗളയാണെന്ന് തോന്നുന്നു, ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്ന പേരാണ്, അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായിട്ട് ഷുജാഉദ് ദൗളയാണ് എന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, സബ്ജക്റ്റ് ടു കറക്ഷൻ. എന്നാൽ അന്നത്തെ ദൗളമാരുടെ തലവൻ അബ്ദാലിയോടൊപ്പം ചേർന്ന് മറാഠകൾക്കെതിരെ പൊരുതുകയും ചെയ്തു. അവരെ ഏകോപിപ്പിച്ചൊരു വികാരം എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മതം. കാരണം ദീനിന് വേണ്ടി നിങ്ങൾ അബ്ദാലിയോടൊപ്പം നിൽക്കണം. മുൻപ് ശത്രുതയുണ്ടായിരുന്നെങ്കിൽ പോലും കാഫിറുകൾക്കെതിരെ നിങ്ങൾ നിലകൊള്ളണം എന്ന നജീബിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ദൗളമാർ അബ്ദാലിയോടൊപ്പം ചേർന്നു. കൂടുതൽ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പാനിപ്പട്ട് യുദ്ധം എന്തായാലും മറാഠകൾ പരാജയപ്പെട്ടു. മറാഠകൾക്ക് ഹൈന്ദവ സമുദായത്തിൻ്റെ പിന്തുണ ലഭിച്ചിരുന്നില്ല. വിഭജിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ. സിഖുകാരുടെ കാര്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആലസ്യം അവിടെയാണ് ഉണർന്നു വരുന്നത്. കാരണം സിഖുകാരെ മറാഠകൾ കൈകാര്യം ചെയ്തുകൊള്ളുമല്ലോ അത്. കാരണം മറാഠകളുടെ ശക്തി അത്ര വലുതായിരുന്നു ആ സമയത്ത്. മറ്റു പല കാരണങ്ങളുമുണ്ട്. കാരണം സാങ്കേതികമായ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ഒപ്പം തീർത്ഥാടകരുടെ ഒരു വൻ സംഘം മറാഠകൾക്കൊപ്പം ഉണ്ടായിരുന്നതും എല്ലാം പരാജയത്തിലേക്ക് നയിച്ച വിവിധ ഘടകങ്ങളാണ്. ഒപ്പം തന്നെ ഈ മറാഠകളുടെ സൈനിക ശക്തിയിൽ മറ്റ് പലർക്കും ഉണ്ടായിരുന്ന ഒരു അമിത ആത്മവിശ്വാസം അല്ലെങ്കിൽ അവരുടെ ആലസ്യത്തിനൊരു കാരണമായി അവർ ഉയർത്തിക്കാട്ടിയത് അല്ലെങ്കിൽ ചിന്തിച്ചത് ആ തരത്തിലായിരുന്നിരിക്കും. മറാഠകളുടെ വമ്പൻ സൈന്യമല്ലേ, കാരണം പിന്നെ നയിക്കുന്നത് സദാശിവ റാവു ബാഹു അല്ലേ. ബാഹു ഒരു ചെറുപ്പക്കാരനാണെങ്കിലും 21 വയസ്സോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ, ആണെങ്കിലും ധീരനാണ്, ജയിച്ചുകൊള്ളും എന്ന് സിഖുകാർ കരുതിയിരുന്നു. പക്ഷേ അങ്ങനെയല്ല സാഹചര്യങ്ങൾ എന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. സിഖുകാർക്ക് അവിടെ എത്തുവാൻ സാധിച്ചില്ല. അപ്പോൾ ഈ വിഭജനം ഹിന്ദുക്കളെ എന്നും തളർത്തിയിരുന്നു. ഈ വിഭജനങ്ങൾ അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ പരാജയങ്ങൾ ഈ ഭീരുത്വം എന്ന ഒരു പ്രതിച്ഛായ ഹിന്ദു സമൂഹത്തിന് മേൽ പതിയുവാനൊരു കാരണമായി. അതിൻ്റെ ഒരു ആന്തരിക കാരണം ആലസ്യം കൂടിയാണെന്നുള്ളത് ഒന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ചരിത്രം പറഞ്ഞത്. ഇനി നമുക്ക് ആധുനിക കാലത്തേക്ക് വരാം. നമ്മുടെ വിഭജനാനന്തര ഭാരതത്തിൽ നിരവധി കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കലാപങ്ങളിലൊക്കെ പറയുന്നത് ഹിന്ദുക്കൾ കലാപം നടത്തി ഗുജറാത്തിൽ ഗർഭിണി ഭ്രൂണം ശൂലമെന്നാണെങ്കിലും ഭാരതത്തിൻ്റെ ചരിത്രം യഥാർത്ഥത്തിലൊന്ന് പരിശോധിച്ചാൽ എന്നും ഇരകളുടെ സ്ഥാനത്ത് ഹിന്ദുക്കളായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അത് ഹിന്ദുക്കൾ ഭീരുക്കളായതുകൊണ്ടാണോ? മുസാഫിർ നഗറിൽ നിന്ന് അവർക്ക് വിട്ടോടേണ്ടി വന്നത് ഭീരുക്കളായതുകൊണ്ടാണോ? അല്ല. യഥാർത്ഥ പ്രശ്നം അവരുടെ മുമ്പിൽ ഉയർന്നു വന്നപ്പോൾ ആലസ്യത്തിൽ മയങ്ങി അതിനെ യഥാസമയം നേരിടുവാൻ അവർ മടി കാണിച്ചതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ളൊരവസ്ഥ അവർക്കുണ്ടായത്. ഇനി ഭരണതലത്തിലെടുത്തു കഴിഞ്ഞാൽ നീണ്ട കാലം നിരവധി ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണങ്ങൾ, പാകിസ്ഥാൻ ഭീകരവാദികളെ, ഇസ്ലാമിക ഭീകരവാദികളെ പരിശീലനം നൽകി ഭാരതത്തിലേക്ക് അയച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി ഭാരതത്തെ ചതിക്കുന്ന ആളുകളെ കൂട്ടുപിടിച്ച് ഇവിടെ നിരവധി കുഴപ്പങ്ങളുണ്ടാക്കിയ സന്ദർഭങ്ങൾ തുടരെ ഉണ്ടായിട്ടുണ്ട്. 2014 മുമ്പ് വരെ കണക്കൊന്ന് എടുത്തു നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം എല്ലാ മാസവും ഓരോ ഭീകരാക്രമണം എന്നുള്ള കണക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ മാസവും ഒരു ഭീകരാക്രമണം ഉണ്ടാവും. ഒരു കണ്ണടച്ചൊന്ന് നോക്കിയാൽ മതി, നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, ആ കണക്കുകൾ കണ്ടാൽ ഞെട്ടിപ്പോവും നമ്മൾ. ആ അവസരത്തിൽ ഭാരതത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ശക്തമായി പ്രതിഷേധിക്കുന്നു, പാകിസ്ഥാനെ അപലപിക്കുന്നു, ക്രിക്കറ്റ് കളിക്കില്ല, ഇങ്ങനെയുള്ള നടപടികൾ എടുത്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഹിന്ദുക്കളെ ഭീരുക്കളുടെ ഒരു സമുദായമെന്ന് പാകിസ്ഥാൻകാരുൾപ്പെടെയുള്ളവർ വിശേഷിപ്പിച്ചിരുന്നത്. കേരളത്തിലെ കാര്യമെടുത്താലും അത് തന്നെയാണ്. കാരണം മലബാർ കലാപം ഉൾപ്പെടെ ഉള്ള ഹിന്ദു വംശഹത്യകൾ നടന്നപ്പോൾ വിഭജിച്ച് നിന്ന ഹിന്ദുക്കൾ കാരണമാണ് അതിനൊരു പ്രതിരോധം തീർക്കുവാൻ ഹിന്ദു സമുദായത്തിന് സാധിക്കാതെ പോയതും. അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം 10,000-ഓളം ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടതും നിരവധി മതം മാറ്റങ്ങൾ നടന്നതും ബലാത്സംഗങ്ങളും ഈ പറയുന്ന ഗർഭിണി ഭ്രൂണം ശൂലമില്ലായിരുന്നു,
ഇതെല്ലാം യഥാർത്ഥത്തിൽ നടന്നത് മലബാർ കലാപ സമയത്ത് ഏറനാട് ഭാഗത്താണ് എന്നുള്ളത് ആനി ബസൻ്റ് ഉൾപ്പെടെയുള്ളവർ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ ഹിന്ദു സമുദായം കേരളത്തിൽ കടന്നുപോയത് ഈ ഒരു ആലസ്യവും വിഭജനവും കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ടോ? പരിഹാരമുണ്ട്. ആദ്യം പരിഹാരം കാണേണ്ടത് ആലസ്യത്തിനാണ്. കാരണം എല്ലാത്തിനും പരിഹാരം നരേന്ദ്രമോദി കാണും. നരേന്ദ്രമോദിയെ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടതല്ലേ? നിങ്ങൾ ജയിപ്പിച്ചു വിട്ടതല്ല. കേരളത്തിലുള്ള ഹിന്ദുക്കളോടാണ് പറയുന്നത്. നരേന്ദ്രമോദിയെ നിങ്ങളല്ല ജയിപ്പിച്ചു വിട്ടത്. ഒരു പക്ഷേ നിങ്ങൾ BJP സ്ഥാനാർത്ഥിക്കായിരിക്കും വോട്ട് ചെയ്തിരുന്നത്. പക്ഷേ നരേന്ദ്രമോദിയെ ജയിപ്പിച്ചു വിട്ടത് കേരളത്തിലെ ഹിന്ദുക്കളല്ല. കാരണം നരേന്ദ്രമോദിക്ക് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന് മാത്രമാണ് ഒരു MP ഉള്ളത് കേരളത്തിൽ നിന്ന്. നരേന്ദ്രമോദി സർക്കാരിന് ബലം പകരുവാനായിട്ടൊരു 10 MP അങ്ങോട്ട് അയച്ചിരുന്നെങ്കിൽ കേരളത്തിലേക്ക് കൂടുതൽ ഒരു ശ്രദ്ധ വരും. കാരണം അല്ലെങ്കിൽ ഒരു സർക്കാരിന്, ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല വെസ്റ്റ് ബംഗാളിൻ്റെ കാര്യം എടുക്കൂ, ആ സംസ്ഥാനത്ത് ഭരണത്തിലുള്ള ഒരു സർക്കാർ BJPയുടേതല്ലാതെ നരേന്ദ്രമോദിക്ക് കേന്ദ്രത്തിലിരുന്ന ഒരു സംസ്ഥാനത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട്. കാരണം ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്നൊരു സർക്കാരാണ് BJPയുടെ സർക്കാർ. ഫാസിസ്റ്റാണ്, സ്വേച്ഛാധിപതിയാണ് എന്നൊക്കെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുമെങ്കിൽ പോലും അങ്ങനെയല്ല കാര്യങ്ങളെന്നുള്ളത് വ്യക്തമായി അവർക്കും അറിയാം, നമുക്കും അറിയാം. ജനാധിപത്യപരമായി ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിധിക്ക് മേലിടപെടുന്നതിൽ നരേന്ദ്രമോദിക്ക് പരിധികളുണ്ട്. എന്നാൽ നരേന്ദ്രമോദി അത് ചെയ്തോളും എന്ന് പറഞ്ഞ് ചാരികസേരയിൽ ചാരിയിരുന്ന് നരേന്ദ്രമോദി അങ്ങനെ ചെയ്താൽ മതി, നരേന്ദ്രമോദി ഇങ്ങനെ ചെയ്താൽ മതി, അമിത്ഷായ്ക്ക് ഇങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരിക്കും. പല വീഡിയോകളുടെയും കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. BJP ഹിന്ദുക്കളുടെ ഒപ്പമല്ല, BJP ഹിന്ദുക്കളുടെ ഒപ്പം തന്നെയാണ്. BJP മാത്രമേ ഉള്ളൂ ഹിന്ദുക്കളുടെ ഒപ്പം എന്നുള്ളത് ചരിത്രം തെളിയിച്ച കാര്യമാണ്. പക്ഷേ BJPക്ക് ഹിന്ദുക്കളുടെ ഒപ്പം നിൽക്കണമെങ്കിൽ ഹിന്ദുക്കൾ പൂർണ്ണമായി BJPയുടെ ഒപ്പം ആദ്യം നിൽക്കണം. കാരണം ജനാധിപത്യപരമായിട്ട് സമ്മതിദാനത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാരിലൂടെ മാത്രമേ പല നയങ്ങളും നടപടികളും നടപ്പാക്കുവാൻ സാധിക്കൂ. അപ്പോൾ അങ്ങനെയുള്ളൊരവസരത്തിൽ നമ്മുടെ ഭാഗം നാം ചെയ്യാതെ സർക്കാരിൻ്റെ ഭാഗം അങ്ങ് ചെയ്യണം. ഒരു ഉദാഹരണം പറയാം. ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ തെരുവിൽ പൊരുതിയിൽ മുമ്പിൽ നിന്നത് BJPയും RSSകാരുമാണ്. ആ സമയത്ത് ചാരികസേരയിൽ കടന്ന് ജനം TV കണ്ട്, പിന്നെ അതിനു മുമ്പ് അതിന് ശേഷവും ഈ പറയുന്നവരാരും ജനം TV കണ്ടിട്ടില്ല. ജനം TV കണ്ട് കൈയടിച്ചവർ ഇരുട്ടിൻ്റെ മറവിൽ ഇടതുപക്ഷ സർക്കാർ ആക്ടിവിസ്റ്റുകളെ ആ ശബരിമലയുടെ തിരുനല്ലയിലൂടെ ഓട്ടപ്രദർശനം നടത്തിയപ്പോൾ പിറ്റേ ദിവസം ചോദിച്ചു, ആ BJPക്കാരോ RSSകാരോ അവിടെ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളെന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളിതിനെതിരെ ഒരു വാക്കെങ്കിലും ശബ്ദിച്ചു? ഇതെല്ലാം പോട്ടെ, അടുത്ത തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ ജയിച്ചതാരാണ്? BJPക്കാരാണോ RSSകാരാണോ? അതോ ഈ സ്ത്രീ പ്രവേശനം എന്നുള്ള ഒരു കള്ളത്തരം അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ മറവിൽ കാണിച്ച ഒരു ആഭാസത്തരം അതിലൂടെ മാത്രം നിങ്ങൾക്ക് BJPയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു? അതിന് കാരണം BJPക്കാരാണോ? അതിന് കാരണക്കാരായവരെ നിങ്ങളുടെ സമ്മതിദാനാവകാശത്തിലൂടെ ശിക്ഷിച്ചു. നിങ്ങൾ എന്ന് ഞാൻ പറയുന്നത്, നിങ്ങളെന്ന് ഞാൻ വിരൽ ചൂണ്ടി ഈ 4 വിരലും എൻ്റെ നേരെ നിൽക്കുന്ന അവസ്ഥയിലല്ല. ഞാനുമുണ്ട് ഇതിൽ. ഈ നിങ്ങളിൽ ഞാനുമുണ്ട്. നമ്മൾ ആലസ്യത്തിലാണ്. ഈ ആലസ്യം കൊണ്ടും ഈ വിഭജനം നിൽക്കുന്നത് കൊണ്ടും നായരാണ്, ഈഴവരാണ്, പുലയനാണ്, പറയനാണ് എന്നൊക്കെ പറഞ്ഞ് വിഭജിച്ച് നിൽക്കുന്ന ഹൈന്ദവ സമുദായത്തെ ഉടനെ ചോദിക്കും, നമ്പൂതിരിയായ നീ അല്ലെങ്കിൽ പറയനായ നിനക്ക് എനിക്ക് നമ്പൂതിരിയായ വാസുദേവൻ നമ്പൂതിരിയുടെ മകളെ കെട്ടിച്ചു തരുമോ? വാസുദേവൻ നമ്പൂതിരിയുടെ മകൾക്കും എനിക്കും അതിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ സാമ്പത്തിക സ്ഥിതി, വാസുദേവൻ നമ്പൂതിരിയുടെ മകൾ ഇത്രയും കാലം വളർന്നു വന്ന ഒരു സാമ്പത്തിക സ്ഥിതിയോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് തടയുവാൻ ആർക്കും സാധിക്കില്ല. വാസുദേവൻ നമ്പൂതിരിക്ക് വ്യക്തിപരമായ എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പും വെച്ച് വാസുദേവൻ നമ്പൂതിരി അവിടെ ഇരിക്കുകയുള്ളൂ. നിയമപരമായിട്ടുള്ളൊരു പരിരക്ഷ തന്നെ രാജ്യം എനിക്ക് നൽകുന്നുണ്ട്, ഭരണഘടന എനിക്ക് നൽകുന്നുണ്ട്, വാസുദേവൻ നമ്പൂതിരിയുടെ മകൾക്കും നൽകുന്നുണ്ട്. ഈ ഒരു വിഭജനത്തിൻ്റെ കാരണം ഒരിക്കലും പറയുന്നതിന് അവരോട് തർക്കിക്കാനേ പോകരുത്. അങ്ങനെ ആണ് നിൻ്റെ മനസ്സിലെങ്കിൽ നീ അങ്ങനെ വിചാരിച്ചോളൂ. പക്ഷേ ഇത് ഒരു വിഭജനത്തിനുള്ള കാരണമായി നമ്മുടെ മസ്തിഷ്കത്തിൽ കയറിക്കൂടരുത്. കയറിക്കൂടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭീരു എന്നുള്ളൊരു പട്ടം നമ്മുടെ നെറ്റിയിലെഴുതി നമ്മുടെ അയൽവാസികളായിട്ടുള്ള പാകിസ്ഥാനികളെപ്പോലുള്ള ഭീകരവാദ രാഷ്ട്രങ്ങൾ ഹൈന്ദവ സമൂഹത്തിൻ്റെ നെറ്റിയിൽ പതിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പട്ടം ചുമന്ന് നാമും വരും തലമുറയും ഹൈന്ദവ സമൂഹത്തിൻ്റെ വരും തലമുറയും ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാനും നിങ്ങളും തീരുമാനിക്കേണ്ട കാര്യമാണ്. ആ തീരുമാനം നമ്മുടെ കയ്യിൽ മാത്രമാണ്. ഇനി നിങ്ങൾക്ക് ഉറപ്പുണ്ട്, 100% ഉറപ്പുണ്ട്, രാഹുൽ ഗാന്ധിയെ നാളെ നരേന്ദ്രമോദിക്ക് പകരം തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാക്കിയാൽ
ഹൈന്ദവ സമൂഹത്തിന് അഭിമാനത്തോടെ നെഞ്ചും വിരിച്ച് ഈ ഭാരതത്തിൽ അനാദികാലത്തോളം ജീവിക്കാൻ സാധിക്കും. ഉറപ്പുണ്ടെങ്കിൽ മാത്രം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക. ഇല്ലെങ്കിൽ ആരാണ് അതിന് യോഗ്യനെന്നുള്ളത് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. സമ്മതിദാനാവകാശം മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ള ആയുധം. പക്ഷേ ആ ഒരു ആയുധം മാത്രം മതി രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കാനും അതിന് നിങ്ങളുടെ ഭാഗം ചെയ്യുവാനും. നിങ്ങളുടെ ഭാഗം, നിങ്ങളുടെയും എൻ്റെയും ഭാഗം നമ്മൾ കൃത്യമായി ചെയ്താൽ മാറാത്ത ചരിത്രമെല്ലാം മാറും. ഭീരുക്കളെന്ന് വിളിച്ചവർ ഭയപ്പെട്ടു തുടങ്ങും. അതിൽ നാം പാഠം ഉൾക്കൊണ്ടത് ജൂതന്മാരുടെ കയ്യിൽ നിന്നാണ്. ഹിന്ദു വംശഹത്യകൾ മലബാറിൽ ഉൾപ്പെടെ നടന്നതുപോലെ തന്നെ പോഗ്രോം എന്നുള്ള പേരിൽ കിഴക്കൻ യൂറോപ്പിൽ 18-ാം നൂറ്റാണ്ടിൽ വംശഹത്യയ്ക്ക് വിധേയരായി ലോകം മുഴുവൻ ഓടിപ്പാഞ്ഞ് നടന്ന് ഭാരതം പോലുള്ള ചുരുക്കം ചില രാജ്യങ്ങൾ അഭയം നൽകി ജീവിച്ച ജൂതന്മാർ ഒടുവിൽ അവരുടെ സ്വന്തം രാഷ്ട്രം സ്ഥാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവരെ മുസ്ലിം രാജ്യങ്ങൾ പലതും ഒത്തുചേർന്ന് ആക്രമിച്ചു. 1 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൽ തകർത്ത് തരിപ്പണമാക്കി അവരെ കയ്യിൽ കൊടുത്തു. തന്നെയുമല്ല, തങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നവൻ്റെ വിരലല്ല തല വെട്ടും, അവൻ്റെ 4 തലമുറയുടെ തല വെട്ടുമെന്നുള്ള തലത്തിലേക്ക് ജൂതന്മാർ ശക്തമായി തന്നെ അവരുടെ രാഷ്ട്രത്തെ വളർത്തി. നമ്മുടെ രാഷ്ട്രത്തെ ആ ശക്തിയിലേക്ക് വളർത്താതെ തളർത്തിയത് നിരവധി കാലമായി നമ്മുടെ ഉള്ളിൽ ഭരണം നിലനിർത്തുവാനായി വ്യാജഗാന്ധി കുടുംബവും അവർ സൃഷ്ടിച്ച ഇടതു ചരിത്രകാരന്മാരും ഒക്കെ അടിച്ചേൽപ്പിച്ച മറച്ചു വെച്ച ചില ചരിത്രങ്ങൾ, റാണാ പ്രതാപിനെ പോലുള്ള വീരന്മാരുടെ യഥാർത്ഥ ചരിത്രം പറയാതെ അവർ തോറ്റുപോയി, അക്ബറായിരുന്നു മഹാൻ തുടങ്ങിയ ചരിത്രം പഠിപ്പിച്ച് ഹിന്ദുക്കൾ ഇങ്ങനെ തന്നെ അടിമകളായി കഴിയുവാൻ വിധിക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ ഉപബോധ മനസ്സിൽ സൃഷ്ടിച്ച് ഈ ഒരു ആലസ്യം നമ്മളിൽ ഉണർത്തി. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോവുക, നിങ്ങളുടെ സമുദായത്തിൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, മറ്റ് സമുദായക്കാർ അവരുടെ സമുദായത്തിൻ്റെ കാര്യം സംഘടിതമായ വോട്ട് ബാങ്കായി നോക്കിക്കോളും, ഹിന്ദു ചിന്നിച്ചെതറി കിടക്കുക എന്നുള്ളൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കി ഏതാണ്ട് വിജയിച്ച് അതോടൊപ്പം തന്നെ ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ഭാരതം ഒരു ലോകശക്തിയായി ഉയരുവാൻ ലഭിച്ച എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുത്തി യുണൈറ്റഡ് നേഷൻസിലെ അംഗത്വം മുതൽ ചൈനയ്ക്ക് ഭൂമി വിട്ടുകൊടുത്തതുവരെയുള്ള സകല പ്രശ്നങ്ങളിലും ഭാരതത്തിനെ തലകുനിക്കുവാൻ നിർബന്ധിതയാക്കി, അല്ലെങ്കിൽ ഭാരത ജനതയെ തലകുനിക്കുവാൻ നിർബന്ധിതരാക്കി മുന്നോട്ട് പോയ ഗാന്ധി കുടുംബവും അവരെ സഹായിച്ച ഇടതുപക്ഷവും ഒക്കെ ചേർന്ന് ആ ഒരു ശക്തിയിലേക്ക് എത്തുവാനുള്ള സമയം നമ്മൾക്ക് വൈകിച്ചിരിക്കുന്നു. പക്ഷേ സമയം കഴിഞ്ഞു പോയിട്ടില്ല. ആ ഒരു ശക്തിയിലേക്കുള്ള കുതിപ്പ് നടത്തുവാനുള്ളൊരു തിരഞ്ഞെടുപ്പ് ഭാരതത്തിലെ ജനത, കേരളത്തിലെ ജനതയല്ല, ശ്രദ്ധിക്കുക, കേരളത്തിലെ ആളുകൾ അപ്പോഴും തിരഞ്ഞെടുത്തിരുന്നില്ല. 2014 ഭാരതത്തിലെ ജനത ആ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. 2021 ഭാരതത്തിലെ ജനതയ്ക്കും ഒരു ചെറിയ ആലസ്യം വീണ്ടും ബാധിച്ചുവെങ്കിലും തിരിച്ച് വീണ്ടും ആ ആലസ്യം കുടഞ്ഞെറിഞ്ഞ് അവർ വീണ്ടും തിരികെ പഴയ രീതിയിലേക്ക് 2014 ആ ഉണർവിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉണർവിലേക്ക് കേരളം എന്തെങ്കിലും എത്തുമോ, ഇനിയെങ്കിലും എത്തുമോ? ജഗതി ഏതോ പടത്തിൽ ചോദിച്ച പോലെ കേരള ജനത ധന്യമാകുമോ എന്ന് ചോദിച്ചതുപോലെ ഞാനും നിങ്ങളും കണ്ണാടിയിൽ നോക്കി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഹിന്ദു ഭീരുക്കളുടെ ഒരു സമുദായമാണോ? വ്യക്തിപരമായി അല്ല എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ, വ്യക്തിപരമായി അല്ല ഞാൻ ചോദിച്ചത്, ഒരു സമുദായം എന്നുള്ള നിലയിലാണ് ഞാൻ ചോദിച്ചത്, സഹോദര എന്ന് വേണമെങ്കിൽ സഹോദര എന്ന് നിങ്ങളുടെ പ്രതിച്ഛായയോട് കണ്ണാടിയിൽ നോക്കി പറയുക. ആ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ആലസ്യം കുടഞ്ഞെറിഞ്ഞ് കളയുവാൻ അത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.